അങ്ങനെ നമ്മുടെ അലീന സ്റ്റാൻലി ആയിട്ട് കോംപ്രമൈസൊക്കെ ആയ ശേഷം വേഗം അവൾ കിച്ചണിൽ പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ പൗലോസ് കയറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് പൗലോസ് ഏട്ടനോട്, ഇതാ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൗലോസ് ഏട്ടന് ചായ എടുത്ത് കുടിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ചായ ഒന്നും വേണ്ട, എനിക്കുള്ള ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇനി എന്നോട് മത്സരിക്കാനാണ് പൗലോസ് ഏട്ടൻ്റെ ഭാവമല്ലേ, അപ്പോൾ പൗലോസ് ഏട്ടൻ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് കടക്കി പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചോളൂ, ഈ വീട് വിട്ട് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. പിന്നെയും പറയേണ്ടത് നമ്മുടെ അലീന, ഞാൻ 3 ദിവസം സമയം തരും, അതുവരെ പൗലോസേട്ടൻ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒന്നിച്ച് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ഞാൻ പൗലോസേട്ടനോട് ഒറ്റ വാക്കേ പറയുള്ളൂ, ഗെറ്റ് ഔട്ട്, എന്താ വേണ്ടതെന്ന് പൗലോസേട്ടനെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന ചായയായിട്ട് നമ്മുടെ സ്റ്റാൻലിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, വെറുതെ പൗലോസേട്ടനായിട്ട് പ്രശ്നത്തിന് പോകണ്ട, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന ഒന്നും മിണ്ടാതെ ഉള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ പൗലോസ് പുറത്ത് വന്ന് നമ്മുടെ ബൈജുവിനോട് മാൻഡപ്പനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ പെണ്ണും പിള്ളയായിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്, ബൈജു നീയല്ലേ പറഞ്ഞേ, നീ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നോ, അവരെന്തൊക്കെയോ വരുന്നോ ഒലത്തുന്നോ എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഇപ്പം ആരെയും കാണാനില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീനത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. ബൈജു ഓരോന്ന് പറയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പൗലോസ് വേഗം ബൈജുവിൻ്റെ വായൊക്കെ പൊത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ പൗലോസായിട്ടും ദേഷ്യം വന്നിട്ട് ഒന്നും നമ്മുടെ അലീനോട് മുണ്ടാതെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.